തങ്ങളുടെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾ ഇനി വെറും മിസൈലുകളുടെ എണ്ണം, ഡ്രോണുകളുടെ ശേഷി അല്ലെങ്കിൽ വിക്ഷേപണ പ്ലാറ്റ്ഫോമുകളുടെ കണക്ക് എന്നിവയിൽ ഒതുങ്ങുന്നില്ല. യഥാർത്ഥ ചോദ്യമായി മാറുന്നത് മറ്റൊന്നാണ്. ഒരു രാജ്യം യുദ്ധത്തിന്റെ നടുവിൽ എത്ര വേഗത്തിൽ സ്വയം പുനർനിർമ്മിക്കാനാകും, എത്ര ശക്തമായി തിരിച്ചു വരാനാകും? അടുത്തിടെ IRGC എയ്റോസ്പേസ് ഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ സയ്യിദ് മജീദ് മൗസവി പുറത്തുവിട്ട സന്ദേശം ഈ ചർച്ചയെ കൂടുതൽ ശക്തമാക്കി. വെടിനിർത്തൽ കാലയളവിൽ തന്നെ മിസൈൽ, ഡ്രോൺ, വിക്ഷേപണ പ്ലാറ്റ്ഫോമുകൾ യുദ്ധത്തിന് മുൻപുള്ളതിനേക്കാൾ വേഗത്തിൽ നവീകരിക്കുകയും വീണ്ടും സജ്ജമാക്കുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ അവകാശവാദം ശരിവെക്കപ്പെടുമോ എന്നത് വെറും ഒരു ചോദ്യമാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ പ്രസ്താവന തുറന്നു കാണിക്കുന്ന യുദ്ധത്തിന്റെ പുതിയ യുക്തിയാണ്. ആധുനിക യുദ്ധങ്ങളിൽ ഇനി ആദ്യ പ്രഹരമാണ് എല്ലാം തീരുമാനിക്കുന്നതെന്ന ധാരണ ക്ഷയിച്ചു വരുന്നു. പകരം ആദ്യ പ്രഹരം ഏറ്റുവാങ്ങിയ ശേഷം ആരാണ് വേഗത്തിൽ പുനഃസംഘടിപ്പിക്കുന്നത്, ആർക്കാണ് ദീർഘകാലം സമ്മർദ്ദം താങ്ങാനുള്ള ശേഷിയുള്ളത്, ആർക്കാണ് നഷ്ടങ്ങളെ വേഗത്തിൽ നികത്താനാകുന്നത് എന്നതാണ് നിർണായകമായി മാറുന്നത്. പഴയ യുദ്ധമാതൃകളിൽ വിജയം പലപ്പോഴും ആദ്യഘട്ട ആക്രമണത്തിന്റെ ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആകാശാക്രമണങ്ങൾ, കൃത്യമായ മിസൈൽ പ്രഹരങ്ങൾ, കമാൻഡ് കേന്ദ്രങ്ങൾ തകർക്കൽ, ലോജിസ്റ്റിക് ശൃംഖലകൾ വിച്ഛേദിക്കൽ എന്നിവയിലൂടെ എതിരാളിയെ ഉടൻ തളർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇന്നത്തെ സങ്കീർണവും ബഹുതലങ്ങളിലുള്ളതുമായ യുദ്ധങ്ങളിൽ ഈ മാതൃക പൂർണ്ണമായി പ്രവർത്തിക്കണമെന്നില്ല. കാരണം യുദ്ധം ആദ്യ ദിവസങ്ങൾ ജയിക്കപ്പെടുന്നില്ല. പലപ്പോഴും 100ാം ദിവസത്തിലാണ് യഥാർത്ഥ ശക്തി ആർക്കാണെന്ന് തെളിയിക്കുന്നത്. ഇവിടെയാണ് പുനർനിർമ്മാണ വേഗത എന്ന ആശയം ശക്തിയുടെ പ്രധാന അളവുകോലായി മാറുന്നത്. ഒരു രാജ്യം ഉപയോഗിക്കുന്നതിലും വേഗത്തിൽ നഷ്ടപ്പെട്ട ഉപകരണങ്ങൾ തിരികെ സജ്ജമാക്കാൻ കഴിയുന്നുവെങ്കിൽ അത് യുദ്ധത്തിൽ ക്രമേണ മേൽക്കൈ നേടും. മറുവശത്ത് ഉപയോഗ നിരക്ക് പുനഃസ്ഥാപിക്കുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ തുടക്കത്തിൽ മുൻതൂക്കം ഉണ്ടായാലും പിന്നീട് ക്ഷീണം അനിവാര്യമാകും. ഈ ക്ഷീണം ഒറ്റയടിക്ക് കാണപ്പെടില്ല. പകരം ആക്രമണ തീരുമാനങ്ങളിൽ കൂടുതൽ ജാഗ്രത, ഓപ്ഷനുകളുടെ കുറവ്, തന്ത്രപരമായ മന്ദഗതി, ഒടുവിൽ അനിവാര്യമായ പരിമിതികൾ അംഗീകരിക്കൽ എന്നീ രൂപങ്ങളിലാണ് അത് പ്രകടമാകുക. ഇറാന്റെ കാര്യത്തിൽ ഈ ചർച്ചയ്ക്ക് പ്രത്യേക പ്രസക്തിയുണ്ട്. വർഷങ്ങളായി ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും സാങ്കേതിക നിയന്ത്രണങ്ങളും നേരിട്ട സാഹചര്യത്തിലാണ് രാജ്യം സ്വന്തം പ്രതിരോധ ഘടന വികസിപ്പിച്ചത്. പുറത്തുനിന്നുള്ള വിതരണത്തെ ആശ്രയിക്കാൻ കഴിയാത്ത സാഹചര്യം ഇറാനെ ആഭ്യന്തര ഉൽപാദനം, സ്വദേശ സാങ്കേതിക വിദ്യ, വിതരണ ശൃംഖലകളുടെ വികേന്ദ്രീകരണം, വേഗത്തിലുള്ള അറ്റകുറ്റപ്പണി സംവിധാനം എന്നിവയിലേക്ക് തിരിച്ചു. ഈ നിർബന്ധിതമായ മാറ്റങ്ങളാണ് ഇന്ന് പ്രവർത്തനപരമായ പ്രതിരോധ ശേഷി എന്ന രൂപത്തിൽ കാണപ്പെടുന്നത്. പ്രവർത്തനപരമായ പ്രതിരോധ ശേഷി എന്നത് ഒരു സൈന്യം ആദ്യം പ്രഹരം താങ്ങി നിൽക്കുക മാത്രമല്ല, അതിനുശേഷം പുതിയ സാഹചര്യത്തിൽ വേഗത്തിൽ തിരിച്ചെത്തുകയും കൂടുതൽ വഴക്കത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ഇത് വെറും പ്രതിരോധമല്ല, ആക്രമണ സാധ്യതകളെ നിലനിർത്തുന്ന ഒരു പ്രതിരോധമാണ്. അതുകൊണ്ട് തന്നെ ചില വിദഗ്ധർ പറയുന്നത് പുനർനിർമ്മാണം ഒരു സാങ്കേതിക നടപടിയല്ല, അത് തന്നെ ഒരു തന്ത്രപരമായ ആയുധമാണ് എന്നാണ്. ഇവിടെ വെടിനിർത്തൽ കാലയളവുകളുടെ അർത്ഥവും മാറുന്നു. പരമ്പരാഗതമായി വെടിനിർത്തൽ എന്നത് യുദ്ധത്തിന്റെ ഇടവേള, ക്ഷീണം, പുനഃസംഘടനയ്ക്കുള്ള സമയം എന്നായിരുന്നു. എന്നാൽ ഇന്ന് ചില രാജ്യങ്ങൾക്ക് അത് മുന്നോട്ടുള്ള കുതിപ്പിനുള്ള അവസരമായി മാറുന്നു. ആക്രമണം താൽക്കാലികമായി കുറഞ്ഞ സമയത്ത് സ്റ്റോക്കുകൾ പുനർനിർമ്മിക്കുക, പ്ലാറ്റ്ഫോമുകൾ നവീകരിക്കുക, സാങ്കേതിക സംവിധാനങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുക എന്നിവയ്ക്ക് വെടിനിർത്തൽ ഘട്ടം ഉപയോഗിക്കപ്പെടുന്നു. പുറത്തുനിന്ന് ശാന്തതയായി തോന്നുന്ന ഘട്ടം അകത്ത് വൻ സജ്ജീകരണത്തിന്റെ സമയമായി മാറാം. ലോജിസ്റ്റിക്സിന്റെ പ്രാധാന്യവും ഇവിടെ വലുതാണ്. ദീർഘകാല യുദ്ധങ്ങളിൽ വിജയിക്കുന്നത് ഏറ്റവും വലിയ ആയുധ ശേഖരം ഉള്ളവനല്ല, ആ ശേഖരം നിലനിർത്താൻ കഴിയുന്നവനാണ്. നീണ്ട കടൽപാതകൾ, വിദേശ വിതരണ കരാറുകൾ, സങ്കീർണ ഗതാഗത ശൃംഖലകൾ എന്നിവയെ ആശ്രയിക്കുന്ന സൈനിക ഘടനകൾ പ്രതിസന്ധി കാലത്ത് ദുർബലമാകും. ഒരു തുറമുഖം തടസ്സപ്പെടുകയോ കടൽപാത അപകടത്തിലാകുകയോ രാഷ്ട്രീയ സാഹചര്യം മാറുകയോ ചെയ്താൽ മുഴുവൻ വിതരണക്രമവും തകരാം. അതേസമയം ആഭ്യന്തര ഉൽപാദനവും ചിതറിക്കിടക്കുന്ന ചെറിയ ശൃംഖലകളുമുള്ള സംവിധാനങ്ങൾക്ക് വേഗത്തിൽ പൊരുത്തപ്പെടാനാകും. ഇറാൻ ഇത്തരം മാതൃകയിലേക്കാണ് നീങ്ങിയതെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഡ്രോണുകൾ, മിസൈലുകൾ, മൊബൈൽ ലോഞ്ചറുകൾ, ഭൂഗർഭ സംഭരണ സംവിധാനങ്ങൾ, ചെറുതും വിഭജിതതുമായ ഉൽപാദന കേന്ദ്രങ്ങൾ എന്നിവയുടെ കൂട്ടായ്മ ഒരു കേന്ദ്രീകൃത സൈനിക മാതൃകയേക്കാൾ കൂടുതൽ പ്രതിരോധ ശേഷി നൽകുന്നുണ്ട്. ഒരു കേന്ദ്രം തകരുകയാണെങ്കിൽ മുഴുവൻ സംവിധാനവും തകരില്ല. ഇതാണ് വിതരണ വികേന്ദ്രീകരണത്തിന്റെ ശക്തി. യുദ്ധത്തിന്റെ മനഃശാസ്ത്രപരമായ ഭാഗവും ഇത്രയേറെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾ വേഗത്തിൽ തിരിച്ചു വരുന്നു എന്ന സന്ദേശം എതിരാളിക്കുള്ള സൈനിക മുന്നറിയിപ്പ് മാത്രമല്ല, അതൊരു മനോവിജ്ഞാന പ്രഹരവുമാണ്. കനത്ത ആക്രമണങ്ങൾക്കും അന്തിമ ഫലം ലഭിച്ചിട്ടില്ലെന്നും അധികാരഘടന ഇപ്പോഴും പ്രവർത്തിക്കുന്നുവെന്നും ഈ സന്ദേശം സൂചിപ്പിക്കുന്നു. എതിരാളിക്ക് ഓരോ ആക്രമണത്തിനും ശേഷമുള്ള പുനർനിർമ്മാണം കൂടുതൽ വേഗത്തിലാണെന്ന തോന്നലുണ്ടാക്കുമ്പോൾ അതേ മാതൃകയിൽ ആക്രമണം തുടരാനുള്ള ആത്മവിശ്വാസവും കുറയാം. ഇത്തരം സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളും മാറുന്നു. ആരംഭത്തിൽ വേഗത്തിലുള്ള വിജയം, നിർണായക തകർച്ച, എതിരാളിയെ ഉടൻ ദുർബലപ്പെടുത്തൽ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ആയിരിക്കും ഒരു സൈനിക നീക്കം തുടങ്ങുക. പക്ഷേ എതിരാളി സമ്മർദ്ദത്തിൽ കൂടുതൽ ശക്തമാകുന്നുവെന്ന് തോന്നുമ്പോൾ ലക്ഷ്യങ്ങൾ ക്രമേണ ചുരുങ്ങുന്നു. യുദ്ധം വിജയം നേടാനുള്ള പദ്ധതിയിൽ നിന്ന് പ്രതിസന്ധി നിയന്ത്രണത്തിലേക്ക് മാറുന്നു.
പിന്നണിയിലെ വ്യവസായ ഘടനയെ അവഗണിക്കാനാവില്ല. യുദ്ധഭൂമിയിൽ കാണുന്നത് മിസൈൽ പ്രഹരങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും മാത്രമാണ്. എന്നാൽ അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ, ഉൽപാദന ശൃംഖലകൾ, ഗതാഗത സംവിധാനങ്ങൾ, കമാൻഡ് അൽഗോരിതങ്ങൾ, തീരുമാനമെടുക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയടങ്ങിയ വലിയൊരു ശൃംഖല തന്നെയാണ്. ഈ അദൃശ്യ ഘടന ശക്തമായാൽ മാത്രമേ ദൃശ്യമായ യുദ്ധശേഷി ദീർഘകാലം നിലനിൽക്കൂ. അതുകൊണ്ട് തന്നെ ശക്തി എന്ന ആശയം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. മുമ്പ് അത് എത്ര ടാങ്ക്, എത്ര യുദ്ധവിമാനം, എത്ര മിസൈൽ എന്ന കണക്കുകളിലൂടെ അളന്നിരുന്നു. ഇപ്പോൾ അതൊരു തുടർച്ചയായ പ്രക്രിയയായി മാറുന്നു. ഉൽപാദനം, ഉപയോഗം, പുനഃസ്ഥാപനം, പുതുക്കൽ, പൊരുത്തപ്പെടൽ എന്നിവയുടെ ചക്രമായി. ഈ ചക്രം വേഗത്തിൽ സുസ്ഥിരമായി നടത്താൻ കഴിയുന്നവരാണ് ദീർഘകാലം മേൽക്കൈ നേടുന്നത്. ഭാവിയിലെ യുദ്ധങ്ങൾ കൂടുതൽ വഴക്കമുള്ളതും ദീർഘകാല സമ്മർദ്ദം താങ്ങാൻ കഴിയുന്ന സംവിധാനങ്ങളുടെ മത്സരമായിരിക്കുമെന്ന് സൂചനകൾ വ്യക്തമാക്കുന്നു. ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ഉള്ളവനല്ല വിജയിക്കുക, ലഭ്യമായ വിഭവങ്ങളെ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കുകയും നഷ്ടങ്ങളെ വേഗത്തിൽ നികത്തുകയും ചെയ്യുന്നവനാണ് മുന്നിലെത്തുക. അവസാനമായി പറഞ്ഞാൽ ഇന്നത്തെ പ്രധാന ചോദ്യം ഒരു രാജ്യം ഇപ്പോൾ എത്ര ശക്തമാണ് എന്നതല്ല, നാളെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ശേഷവും എത്ര വേഗത്തിൽ അത് വീണ്ടും ശക്തമാക്കുമെന്നാണ്. ഇവിടെയാണ് പുനർനിർമ്മാണം ഒരു പ്രതികരണത്തിൽ നിന്ന് തന്ത്രപരമായ നേട്ടമായി മാറുന്നത്. ശരിയായി കൈകാര്യം ചെയ്താൽ അത് മുഴുവനും സംഘർഷത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിയുന്ന ശക്തിയായി തീരും.